നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നു. ചെങ്ങാലൂരിൽ വെള്ളമില്ലാതെ കാർഷിക വിളകൾ നശിക്കുന്നു. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ വേല മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. തൃശൂർ ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റോളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. കൊടകരയിൽ പുതിയതും നിലവിൽ പ്രവർത്തിച്ചു വരുന്നതുമായ സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെയും യോഗം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നു പോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാക്കാൻ കാരണം. ആമ്പല്ലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതലെത്തുന്ന ദിവസങ്ങളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകാറുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ്. മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നു. ചെങ്ങാലൂരിൽ വെള്ളമില്ലാതെ കാർഷിക വിളകൾ നശിക്കുന്നു. ചെങ്ങാലൂർ മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വേനൽക്കാലത്ത് കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് നിലനിർത്തുന്നതിനും ആരംഭിച്ച മനക്കിൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 40 വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് തുടർച്ചയായി പൊട്ടുന്നത്. വർഷങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മനക്കിലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ഇതോടെ 1 മാസമായി പമ്പിംഗ് നിർത്തിയിരിക്കുകയാണ്. ഇതുമൂലം പ്രദേശത്തെ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. ജാതി, വാഴ അടക്കമുള്ളവ ഉണങ്ങി നശിക്കാൻ തുടങ്ങി. 1987 സ്ഥാപിച്ച 70 mm കോൺക്രീറ്റ് പൈപ്പുകൾ 20 വർഷത്തേക്ക് എന്ന വ്യവസ്ഥയിലാണ് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ കാലപ്പഴക്കം മൂലം ഇവ പലയിടത്തും പൊട്ടുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ കൊല്ലം സമാന സ്ഥിതിയുണ്ടായപ്പോൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമടക്കം പരാതി നൽകിയിട്ടും പൈപ്പുകൾ മാറ്റാൻ നടപടിയുണ്ടായില്ല. പൈപ്പ് പൊട്ടുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് ചെയ്യുന്നത്. മനക്കിലക്കടവിൽ നിന്നും കുറുമാലിപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 900 മീറ്റർ ദൂരെ മാറി കുഞ്ഞൂപ്പറമ്പിലാണ് വെള്ളം എത്തിക്കുന്നത്. ഇവിടെ നിന്നും ചെറുചാലുകൾ വഴിയും കനാൽ വഴിയുമാണ് ജലവിതരണം നടത്തുന്നത്. അടിക്കടി പൈപ്പ് പൊട്ടുന്നത് ജലവിതരണത്തെ ആകെ ബാധിക്കുന്നുണ്ട്. മനക്കിലക്കടവ് പമ്പ് ഹൗസിലെ 3 മോട്ടോറുകളിൽ 1 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ പമ്പ് ഹൗസുകളിലൊന്നായ മനക്കിലക്കടവ് പമ്പ് ഹൗസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ വേല മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ ഭദ്രദീപം തെളിയിച്ചു. കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സജീവൻ പണിക്കപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. 100-ലേറെ സംഗീത പ്രതിഭകൾ പങ്കെടുത്തു. Yeah.
തൃശൂർ ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റോളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. തൃശൂർക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിരേകാൻ ഒരുക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം തന്നെയാണ്. ഊട്ടി പുഷ്പോത്സവത്തിനോട് കിടപിടിക്കുന്ന പുഷ്പോത്സവമാണ് ശക്തൻ നഗറിലും ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറുകണക്കിന് പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പുഷ്പമേളയുടെ മാറ്റുകൂട്ടുന്നു. മകരമഞ്ഞും തഴുകിയെത്തുന്ന ജനുവരി കാറ്റും തൃശൂരിന്റെ പൂക്കാലത്തിനേകുന്ന ചന്തം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. പല വർണ്ണത്തിലും തരത്തിലുമുള്ള പൂക്കൾ കണ്ടാലും മതി വരില്ല. കണ്ണിൽ ഒതുങ്ങാവുന്നതോ എണ്ണി തീർക്കാവുന്നതോ അല്ല തൃശൂർ പുഷ്പമേളയിലെ പൂക്കൾ. വീട്ടുമുറ്റങ്ങളിലെ ചെത്തി മുതൽ റോസ്, താമര തുടങ്ങിയ ഊരും പേരും അറിയാത്ത എത്രയെത്ര പൂക്കൾ. അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം. പൂക്കൾ കൊണ്ടുള്ള മയിൽ, ജിറാഫ്, കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ നീളുന്നു കാണികളുടെ മനം നിറച്ച കാഴ്ചകൾ. ഒറ്റ നോട്ടത്തിൽ തുണികൊണ്ട് ഉണ്ടാക്കിയവയാണെന്ന് തോന്നിയേക്കാം ഇത് കണ്ടാൽ. ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റാളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. പുഷ്പോത്സവം ഈ മാസം 22-ന് സമാപിക്കും. നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്ത 7 കർഷകർക്കുള്ള ധനസഹായം യോഗത്തിൽ മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 57 പഞ്ചായത്തുകളിലെ നെൽ കർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മെമ്പർമാരായ സജു, ഷീല, അജയഘോഷ്, മായ ടീച്ചർ, ബെന്നി ആന്റണി, സുഗത ശശിധരൻ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ കൃഷി നടത്തുന്ന വിതരണം ചെയ്യുന്ന നെൽകൃഷിയുടെ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുകയും നെൽകർഷകർക്ക് ആവശ്യമായിട്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ വിജയലക്ഷ്മി, ചൈൽഡ് റിസോഴ്സ് പേഴ്സൺ രഹന ഉണ്ണികൃഷ്ണൻ, കില തീമാറ്റിക് എക്സ്പേർട്ട് ധന്യ, ജനപ്രതിനിധികൾ, അധ്യാപികമാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായുള്ള വികസനങ്ങൾക്ക് വേണ്ടിയും കുട്ടികളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിനു വേണ്ടിയുമാണ് ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തിക്കുന്നത്. 100ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തും വ്യവസായ വകുപ്പും ചേർന്ന് പഞ്ചായത്തിൽ ആരംഭിച്ച പുതിയതും നിലവിൽ പ്രവർത്തിച്ചു വരുന്നതുമായ സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെയും യോഗം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംരംഭക സഭ എന്ന പേരിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ MM ഗോപാലൻ, ഷിനി ജെയ്സൺ, ലത ഷാജു എന്നിവർ സംസാരിച്ചു. കൊടകര ബ്രാഞ്ച് സെൻട്രൽ ബാങ്ക് മാനേജർ VK ശശി വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സെബി VA, PM FME റിസോഴ്സ് പേഴ്സൺ ആതിര R നായർ, കൊടകര ഗ്രാമപഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് കുമാരി ഇന്ദു AG എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിലെ ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മനക്കിലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നു. ചെങ്ങാലൂരിൽ വെള്ളമില്ലാതെ കാർഷിക വിളകൾ നശിക്കുന്നു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വേല മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. തൃശൂർ ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം. വിവിധതരം സ്റ്റോളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. കൊടകരയിൽ പുതിയതും നിലവിൽ പ്രവർത്തിച്ചു വരുന്നതുമായ സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെയും യോഗം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.